അപ്പൊ എല്ലാവരും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ സെറ്റപ്പാണ്, എങ്ങനെ ഇരിക്കും അറിയത്തില്ല, നമുക്ക് നോക്കാം. മൈക്ക് സെറ്റപ്പിനെ കുറിച്ച് ഞാൻ പറയാം. ഇങ്ങനെ മൈക്കും ഫുള്ള് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയ കലാപരിപാടി ചെയ്തു തരുന്ന, അതായത് ഒരു വയർലെസ് മൈക്ക് മേടിച്ച് പിന്നെ ഇൻസ്റ്റയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റയുടെ ഒരു മൗണ്ട് മേടിച്ചായിരുന്നു ഈ ഓക്സ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ആ വയർലെസ്സിനെ വെച്ചിട്ട് ഇപ്പൊ സംസാരിക്കുന്നു. ഈ വീഡിയോ എങ്ങനെ വന്നെന്ന് അറിയത്തില്ല, വർക്കൗട്ടായ ഇത് സെറ്റാണ്. എൻ്റെ ഡൗട്ട് ബ്രീത്തിങ് നോയ്സ് വല്ലതും വരുന്നുണ്ടോ എന്നാണ്, കാരണം മൈക്ക് വളരെ അടുത്തായിരിക്കുന്ന. അപ്പോ അതെന്തെങ്കിലും ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. പിന്നെ ഈ ക്യാമറ ഒഴുകാണ്ടിരിക്കണം, അതും ഒരു സംഭവമാണ്. ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുമ്പോൾ ബൈക്കിൻ്റെ ടയർ മാറ്റിയായിരുന്നു. വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ, പക്ഷേ ഒരേ സ്ഥലത്ത് നിന്ന് ടയറിൽ ക്രാക്ക് വീണു, അങ്ങനെ മാറ്റിയതാണ്. feels good to be back in two wheels, man. ദുബായിൽ മിസ്സാവുന്ന ഇതാണ്, നമ്മളെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റില്ല. At the end of the day, ഇത് നമ്മളെ സ്ഥലമാണ്. എന്തൊക്കെ ആയിരുന്നാലും വേറൊരു കൺട്രിയിൽ കുറേ ദിവസത്തേക്ക് നിൽക്കാം, അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്ന നിറയെ വണ്ടികൾ ഓടിക്കുക. ഇന്ത്യയില് ഒരുപാട് വണ്ടികളൊന്നും ഇല്ല. സോ ദുബായി പോവാ, കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വലിയ വലിയ വണ്ടികൾ റെന്റ് എടുക്കുക, വണ്ടി ഓടിച്ചു നോക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും വണ്ടി എങ്ങനെയാണ്. ലൈക്ക് ഇന്ത്യയിലെ വണ്ടികളുണ്ട് എന്ന് കുറ്റം പറയല്ല, പുറത്ത് വണ്ടികളെ ഓടിക്കാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ബെഞ്ച് മാർക്ക് മൈൻഡിൽ സെറ്റ് ആവും. പുറത്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു ബെഞ്ച് മാർക്ക് മൈൻഡ് സെറ്റ് ആവും. ഇങ്ങനെയാണ് വണ്ടികൾ, അപ്പോൾ അതിനെ വെച്ചിട്ട് നമുക്ക് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ മേടിക്കാം. ഒരു കുഴിയിൽ അടുത്ത കുഴിയിലോട്ട്. ഇവിടെ പോയ എവിടെ എത്തുന്നു, പോയി നോക്കാം. വേറൊരു കുഴപ്പം, പുറത്തുനിന്ന് നാട്ടിലോട്ട് വരപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഉള്ള ദിവസമൊക്കെ തീരും, തിരിച്ചു പോകേണ്ട സമയവും തിരിച്ചു പോകാം. നമ്മളതായിട്ടുള്ള പേഴ്സണൽ ടൈം അങ്ങനെ ഒന്നും കിട്ടത്തില്ല, അതൊരു പ്രശ്നമാണ്. കുഴപ്പമില്ല, ഇവിടെ റോഡ് കുറച്ച് കൊള്ളാം. അവിടെ ഇച്ചിരി മോശമായിരുന്നു, ഇവിടെ ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടത്തെ നാട്ടിലത്തെ വിശേഷം? നാട്ടിൽ കുറച്ച് മഴയൊക്കെ പെയ്തിരിക്കുന്നു, അപ്പൊ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. തണുപ്പ് വലിയ തണുപ്പില്ല, ചെറിയ രീതിക്ക് തണുപ്പാണ്. ഒരു നൈസ് വെതർ. ഇവിടെ ഇത്ര നല്ല റോഡൊന്നും അറിഞ്ഞില്ല കേട്ടോ, പക്ഷെ ചെറിയ റോഡ്, റിസ്ക്. അവിടെ ഒരു ഇഗ്നസ്. ഇഗ്നസിനെ പറ്റി പറഞ്ഞപ്പോൾ ഇഗ്നസ് ഡിസ്കണ്ടിന്യൂ ആയപ്പോൾ നല്ലൊരു വണ്ടിയായിരുന്നു. ഇത്ര നല്ലൊരു വണ്ടീനെ. ഇവിടെ പാലത്തിന്റെ പണി കാരണം വീണ്ടും റോഡ് മോശം. പാലത്തിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇത് കയറണോ? വേണ്ട, റിസ്ക് വേണ്ട. ഈ പാലം വരാൻ വേണ്ടിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നാഗർകോവിലേക്ക് സമയത്തിന് പോയിട്ട് വരാം, പെട്ടെന്ന് അത് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. അതാ വീണ്ടും മോശം റോഡ്, ഓഫ് റോഡിങ് ആണ്. പിന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തളപതി വിജയ് കയറി ശ്രീരാമായി. പക്ഷെ എന്നാലും ഡൗട്ട് ഉണ്ട്, ഇത് എങ്ങനെ പുള്ളി ഇത് എത്തിച്ചു എന്നതാണ്. ഞാനൊക്കെ വിചാരിച്ചത് പുള്ളി പ്രോപ്പർ ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് വന്ന് എമർജായി എല്ലാവരും മനസ്സിൽ ഒരു സ്ഥലം നേടി അങ്ങനെ അടുത്ത പ്രാവശ്യം വിജയിക്കും എന്നാണ്. നോക്കിയപ്പോ പുള്ളി അങ്ങ് ട്വിസ്റ്റ് അടിച്ചു കളഞ്ഞു. ഫസ്റ്റ് ടൈമിൽ തന്നെ അങ്ങ് കീഴടക്കി. അതൊരു അതിഭീകര, വിശ്വസിക്കാൻ പറ്റാത്തൊരു വിജയമാണ്. ഒരു മോശമായ റൂട്ടിൽ നിന്ന് വേറൊരു മോശമായ റൂട്ടിലേക്ക്.
ഇവിടത്തെ പട്ടികളും സൂക്ഷിക്കണം. അപ്പോ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാം നന്നായി നടക്കട്ടെ. പിന്നെ ഈ വീഡിയോ എങ്ങനെ വന്നെന്ന് നോക്കട്ടെ. ഈ വീഡിയോ നന്നായിട്ട് വന്നെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ എങ്കിലും എടുക്കണമെന്നുണ്ട് നാട്ടിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പ്. പക്ഷേ പ്യൂർ ഓഫ് റോഡ് ചെളി. കുഴപ്പമില്ല, വീണില്ല. ഇതിന്റെ പ്രശ്നം എന്തെന്നാ, ഇനി വണ്ടി മൊത്തം ചെളിയായിരിക്കും. കാലില് ചളി അടിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ സ്പീഡിന് എടുക്കാൻ പറ്റൂല. കാരണം ചളി ടയറിൽ പിടിച്ചിരിപ്പുണ്ടാവും. സ്പീഡ് എടുത്ത അപ്പ സ്ലിപ്പ്. അപ്പൊ ഓക്കെ, വേറെ വീഡിയോയിൽ പിന്നെ കാണാം. അപ്പൊ ഓക്കെ.